അങ്ങനെ 9 ദിവസങ്ങൾ പിന്നിട്ട് ഒടുവിൽ സിസ്റ്റർ പ്രീതി, സിസ്റ്റർ വന്ദന എന്നിവരുടെ ജാമ്യം കോടതി അനുവദിച്ചു. ഈ ദിവസങ്ങളിൽ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളുമെല്ലാം ഏറ്റവും അധികം ചർച്ച ചെയ്തത് ഈ 2 സന്യാസിനിമാരെ കുറിച്ചാണ്. നാളെ ഈ കോലാഹലങ്ങൾക്കൊടുവിൽ നിരപരാധികളായ ഇവരെ ജയിലിൽ അടയ്ക്കാൻ കൂട്ടുനിന്നവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ട് കൂടി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട 9 ദിനങ്ങൾ. അവർ നിരപരാധികളാണോ? അല്ല, അവർ ചിലർക്കൊക്കെ തെറ്റുകാരാണ്. എന്നും ഒരു ജനതയെ അടിച്ചമർത്താനും ചൂഷണം ചെയ്യാനും തുനിഞ്ഞിറങ്ങിയ ചില ജന്മിമാർക്ക് അവർ തെറ്റുകാരാണ്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസമില്ലാത്ത ഒരു പറ്റം ജനതയെ ദുരുപയോഗിച്ചിരുന്ന ചില മുതലാളിമാർക്ക് അവർ തെറ്റുകാരാണ്. ആരും ചോദിക്കാനില്ലാത്ത ഒരു ജനതയുടെ ശബ്ദമായി മാറിയപ്പോഴും മുഖമില്ലാത്തവരുടെ മുഖമായി മാറിയപ്പോഴും അവർ ആർക്കൊക്കെയോ തെറ്റുകാരായി മാറുകയായിരുന്നു. ഒടുവിൽ തൻ്റെ കാൽച്ചുവട്ടിൽ എന്നും അടിയാളന്മാരായി കഴിയുമെന്ന് കരുതിയ ഒരു ജനത ചോദ്യങ്ങൾ ഉയർത്തി തുടങ്ങിയപ്പോൾ തമ്പ്രാക്കന്മാർക്കൊക്കെ ഒരു പൊതുശല്യമായി അവർ മാറുകയായിരുന്നു. ഒരു നിരീശ്വരവാദി അവൻ്റെ വിശ്വാസത്തെ, ദൈവമില്ല എന്ന അവൻ്റെ വിശ്വാസത്തെ, ആ കാഴ്ചപ്പാടുകളെ എത്ര വേദികളിൽ പ്രസംഗിച്ചാലും ആരോടൊക്കെ അത് പങ്കുവെച്ചാലും ആരെങ്കിലും അത് ചോദ്യം ചെയ്യുമോ? അതിൻ്റെ പേരിൽ അവന് ജയിലിൽ കിടക്കേണ്ടി വരുമോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നിരിക്കെ എന്താണ് ഇങ്ങനെ ഒരു ആരോപണത്തിന് കാരണം? മതപരിവർത്തനം മനുഷ്യക്കടത്തായി മാറിയെങ്കിലും ഉയർന്നു കേൾക്കുന്നത് മതപരിവർത്തനം എന്ന് തന്നെയാണല്ലോ. ശരിക്കും ഇത് മതപരിവർത്തനം തന്നെയാണോ? ഇന്ത്യയിൽ മൊത്തം ജനസംഖ്യയുടെ 2.3% മാത്രം ക്രിസ്ത്യാനികളെ ഉള്ളൂ എന്നിരിക്കെ അതിൽ തന്നെ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് മാത്രമാണ് ക്രൈസ്തവ സന്യസ്തർ എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്രയേറെ അവർ ആക്രമിക്കപ്പെടുന്നത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, മുമ്പ് പറഞ്ഞ അതേ കാരണം. അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ചിലർക്ക് സന്യസ്തർ തെറ്റുകാരായി മാറി എന്ന കാരണം. മുഖമില്ലാത്തവൻ്റെ മുഖമാവാനും ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാവാനും അവർക്ക് വിദ്യാഭ്യാസം നൽകാനും ഇവർ മുന്നിട്ടിറങ്ങി എന്ന കാരണം. ഒരു റാണി മരിയെ കൊന്നാലോ സന്യസ്തരെ ജയിലിലിട്ട് നരകിപ്പിച്ചാലോ വീണ്ടും വീണ്ടും അവരെ കൊല്ലുമെന്ന് പോർവിളി മുഴക്കിയാലോ ഇത് അവസാനിക്കുമോ? അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമാവാൻ, ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ മുഖമാവാൻ അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഒപ്പം ഉയർന്നു വന്ന ആരോപണങ്ങളുടെ കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കാം. ഒരുവന് സന്തോഷമോ നന്മയോ ഒരിടത്തു നിന്ന് ലഭിച്ചാൽ, അതല്ലെങ്കിൽ ഒരു ലോൺ ഒരു സ്ഥലത്ത് ലഭ്യമായാൽ, അതുമല്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടായാൽ അതവൻ മറ്റുള്ളവരോടും സ്നേഹിതരോടും ഒക്കെ പറയാറില്ലേ? അതുപോലെ സത്യമെന്ന് അവൻ ഉറപ്പുള്ള ഒരു കാര്യം, അത് അവൻ്റെ വിശ്വാസമാവാം, കാഴ്ചപ്പാടാവാം, അത് ഉറക്കെ പറയുക എന്നുള്ളത് അവൻ്റെ അവകാശമല്ലേ? അത് കേൾക്കണോ സ്വീകരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യവും. ഇതല്ലേ ശരി? ആരെയും സ്വന്തം ശരി അടിച്ചേൽപ്പിക്കുന്നതിനുള്ള അവകാശമല്ല. ശരിയെന്ന് തോന്നുന്നത്, അനുഭവിച്ചറിഞ്ഞ സത്യം അത് മറ്റുള്ളവരോട് പറയാൻ സാധിക്കുക, അതല്ലേ സ്വാതന്ത്ര്യം? വായടപ്പിക്കുക എന്നാൽ ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയല്ലേ?